ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ മെജോറിറ്റി സ്റ്റുഡൻസും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതേപോലത്തെ 1, 2, 3 ചോദ്യങ്ങൾ മതി നമ്മുടെ എക്സാമിന് നമുക്ക് നെഗറ്റീവ് അടിക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ക്വസ്റ്റിനിലേക്ക് കയറാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ആർ യു അലൗഡ് ടു ഡിസ്റ്റർബ് ദി പൈലറ്റ്സ്. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഇനി മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് മാർക്ക് ചെയ്തേക്കട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ആർ യു അലൗഡ് ടു ഡിസ്റ്റർബ് ദി പൈലറ്റ്സ്. ഇവിടെ എറർ ഇല്ല കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നോ എറർ ആണ് കറക്റ്റ്. എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാ. ഹാർഡ്ലി, സെൽഡം, നെവർ, റെയർലി, നോ സൂണർ, സ്കെയർസ്ലി, ഒൺലി ലേറ്റർ, അണ്ടർ നോ സർക്കംസ്റ്റൻസസ്, നോട്ട് ഓൺലി, ലിറ്റിൽ. ഇതേപോലെയുള്ള വാക്കുകൾ വരുമ്പോണ്ടല്ലോ, അതായത് ഏതാണ്ട് ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതേപോലത്തെ വാക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാക്കുകൾക്ക് ശേഷം വരേണ്ടത് ഓക്സിലറി വെർബാണ്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് അണ്ടർ നോ സർക്കംസ്റ്റൻസസ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ, അണ്ടർ നോ സർക്കംസ്റ്റൻസസ്. അപ്പൊ ഇതിന് ശേഷം വരേണ്ടത് എന്താ? ഓക്സിലറി വെർബ്. അപ്പൊ പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്ക് ഹാർഡ്ലി ആണ് കേട്ടോ. ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി ഒക്കെയാണ്. എന്നാലും അണ്ടർ നോ സർക്കംസ്റ്റൻസും, നോട്ട് ഓൺലി, ലിറ്റിൽ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വാക്കുകൾ വരാണെങ്കിൽ അതിന് ശേഷം എന്താ വരണ്ടേ? ആദ്യം വരേണ്ടത് ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പി എസ് സിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം. അതായത് ഹാർഡ്ലി, ശ്രദ്ധിച്ചോണേ, ഹാർഡ്ലി ഐ ഹാഡ് സീൻ. ഓക്കെ, ഞാൻ ഫുൾ സെന്റൻസ് എഴുതണില്ല കേട്ടോ. ഹാർഡ്ലി ഐ ഹാഡ് സീനും ഹാർഡ്ലി ഹാഡ് ഐ സീനും എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ എഴുതിയേക്കാണ് കേട്ടോ. ഇതിനകത്ത് ഏതാ കറക്റ്റ് ആയിട്ട് വരിക? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇതാണ് കറക്റ്റ് അല്ലേ? കാരണം എന്താ? ഹാർഡ്ലിക്ക് ശേഷം ഓക്സിലറി വെർബിന് ശേഷം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതാണ് കറക്റ്റ്. ഇതേപോലത്തെ വാക്കുകൾ പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. കിട്ടിയല്ലോ? കാരണം ഓക്സിലറി വെർബിന് ശേഷമാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ദേ ഡാഷ് ഫാറ്റ്. ആൻസർ പറഞ്ഞോളൂ. ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ദേ ഡാഷ് ഫാറ്റ്. ആൻസർ ഗെറ്റ് ആണ്. ദേ ഗെറ്റ് ഫാറ്റ്. ഓക്കെ, അപ്പൊ ഇതില് പീപ്പിൾ ഈറ്റ് ടു മച്ച് എന്നൊക്കെ പറയുമ്പോൾ ഈറ്റ് ഇതൊക്കെ പ്രസന്റിലല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വില്ല് പ്ലസ് V1 ഫോം അല്ലേ വരണ്ടേ എന്നുള്ളതായിരിക്കും പലരുടെയും ഡൗട്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. സീറോ കണ്ടീഷൻ എന്ന് പറയും. അതായത് ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ഇതൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ സീറോ, അതായത് ഒന്നും ചേർക്കണ്ട, വില്ലോ വുഡോ അല്ലെങ്കിൽ ഹാഡോ ഹാവോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ ക്രിയ അതേപോലെ തന്നെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അതിനെ സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പീപ്പിൾ ഈ ടു മച്ച്, പീപ്പിൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അല്ല ആൾക്കാർ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്നുള്ളൊരു ഫാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സീറോ കണ്ടീഷൻ എന്ന് പറയും. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദേ ഗെറ്റ് ഫാറ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിന്റെ തമ്മിൽ അങ്ങനെയാണ് അല്ലെ, മെജോറിറ്റി ആൾക്കാരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ തിങ്ക് ചെയ്യും. പക്ഷെ എക്സാമിന് ഇതേപോലെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് ആലോചിക്കില്ല കേട്ടോ. എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. അടുത്ത ചോദ്യം നോക്കാം. ഐ വിഷ്ഡ് ഐ ഡാഷ് എ ഫിലിം. ആൻസർ എന്താ വരിക? സോ ആണോ, സീൻ ആണോ, ഹാഡ് സീൻ ആണോ, ഹാവ് സീൻ ആണോ? ഐ വിഷ്ഡ് ഐ ഡാഷ് എ ഫിലിം. ആൻസർ ഹാഡ് സീൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വിഷ്ഡ് ആണ് കേട്ടോ. വിഷ്ഡ് ആണ്, വിഷ് അല്ല. ഞാൻ അതിന്റെ പോയിന്റ്സ് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കണേ. ഐ വിഷ് ഐ വേർ എ ബേർഡ്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഐ വിഷ് ഐ വേർ എ ബേർഡ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ സാധാരണ ഐ വാസ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ ഇമാജിനറി കണ്ടീഷൻസ് വരുന്ന കേസുകളിൽ നമ്മൾ ഐക്ക് ശേഷം വേർ പറയും. ഞാനിപ്പോൾ ബേർഡ് അല്ല, പക്ഷെ ഞാൻ വിഷ് ചെയ്യാണ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് വിഷ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഐക്ക് ശേഷം എന്താ യൂസ് ചെയ്യുക? വേർ ആണ് യൂസ് ചെയ്യുക. അല്ലാത്ത കേസുകളിലൊക്കെ നമ്മൾ ഐക്ക് ശേഷം വാസ് ആണ് യൂസ് ചെയ്യുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ആണ് യൂസ് ചെയ്യുക അല്ലെ? ഐ വാസ് സ്റ്റഡിങ്, ഐ വാസ് ഡൂയിങ് ദാറ്റ്, അല്ലെങ്കിൽ ഐ വാസ് ഡൂയിങ് ദിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇമാജിനറി വരുമ്പോൾ വേർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കേസ്, ഐ വിഷ് ഐ ഡാഷ് എ ഫിലിം. ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോ. ഐ വിഷ് ഐ ഡാഷ് എ ഫിലിം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ സോ ആണ്. കാരണം ഇവിടെ വിഷ് ആണ്, പ്രസന്റ് ആണ്. ഇവിടെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈ ഐക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായോ? വിഷ് എന്ന് പറയുന്ന പ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാജിനറി കണ്ടീഷൻ ആയതുകൊണ്ട് ഐക്ക് ശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഐ വിഷ്ഡ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? V2 ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഐക്ക് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഹാഡ് ഉണ്ടാവും പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. ഹാഡ് പ്ലസ് V3.
V3 എന്ന് പറഞ്ഞാൽ സി സോ സീൻ. ആ സീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ V3 ഫോം. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? നാലാമത്തെ ചോദ്യം നോക്കാം. ഇറ്റ് ഈസ് 3 years സിൻസ് ഐ ഡാഷ് ഹിം. ആൻസർ എന്താ വരിക? ഇറ്റ് ഈസ് 3 years സിൻസ് ഐ ഡാഷ് ഹിം. ആൻസർ സോ ഹിം ആണ്. ഓക്കെ, സോ ഹിം ആണ്. അപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും സിൻസ് അല്ലേ, അപ്പൊ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ, ഹാവ് സീൻ അല്ലേ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പം അവരോട് പറയാനുള്ളത്, ഈ സിൻസ് ഉണ്ടല്ലോ, ഈ സിൻസിന് ശേഷമാണ് ഡാഷ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V2 ഫോം ഓഫ് ദി വെർബാണ്. അതായത് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സി സോ. ആ സോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി സിൻസിന് മുമ്പാണ് ഡാഷ് എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അഞ്ജലി ആൻഡ് അനു dash each other since they were at school. ഓക്കെ, അഞ്ജലി ആൻഡ് അനു ഡാഷ് ഈച്ച് അതർ സിൻസ് ദേ വർ അറ്റ് സ്കൂൾ. ഇവിടെ ശ്രദ്ധിക്കുക, സിൻസിന് മുമ്പാണ് ഡാഷ് എങ്കിൽ അവിടെ എന്താ വരണ്ടേ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരണം അല്ലെ. അപ്പൊ അഞ്ജലി അനു എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. അപ്പൊ എന്ത് വരണം? ഹാവ് യൂസ് ചെയ്യണം. അപ്പൊ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് ദേ വേറാണ്. കണ്ടോ, സിൻസിന് ശേഷം വന്നപ്പോ എന്താ വന്നേ? V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വന്നേ. സിൻസിന് മുമ്പാണ് ഡാഷ് എങ്കിൽ എന്താ വരണ്ടേ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ കൺഫ്യൂഷൻ വരരുത് കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ. അപ്പം ഇതിനകത്ത് എറർ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷൻസ് ഞാനിട്ടുണ്ട്. എനകത്ത് എറർ, ബിനകത്ത്, സിനകത്ത്, അല്ലെങ്കിൽ നോ എറർ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ലെസ്റ്റ് ഉണ്ട്. ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ. ആൻസർ നോ എറർ ആണ് കേട്ടോ. ഇതിനകത്ത് എറർ ഒന്നുമില്ല. അപ്പൊ പലരും ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ, ലെസ്റ്റ് യു ഷുഡ് ഫോൾ എന്നുള്ള ആൻസറിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. കാരണം ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെസ്റ്റിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആയിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ, ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. ലെസ്റ്റിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വെർബ് ഏതാണ്? ഷുഡ്. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ടേക്ക് കെയർ ലെസ്റ്റ് യു വിൽ ഫോൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് തെറ്റുണ്ട്. കാരണം വില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല, ഷുഡ് തന്നെ യൂസ് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചത് മോഡൽ ഓക്സിലറി വെർബ് ആണെങ്കിൽ, മോഡൽ ഓക്സിലറി വെർബ് ഞാൻ ലെസ്റ്റിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആവണം നിർബന്ധമാണ്. മനസ്സിലായോ? യു ഷുഡ് ഫോൾ തന്നെ വരണം. യു വിൽ ഫോൾ എന്ന് പറയുന്നത് തെറ്റ്, അല്ലെങ്കിൽ യു മൈറ്റ് ഫോൾ എന്ന് പറയുന്നത് തെറ്റ്. പക്ഷേ ഇനി മോഡൽ ഓക്സിലറി വെർബ് ഒന്നും ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് പ്രശ്നമല്ല. മനസ്സിലായോ? യൂസ് ചെയ്യുകയാണെങ്കിൽ ഷുഡ് തന്നെ യൂസ് ചെയ്യണം, യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ, ഇത് നോ എറർ ആണ്. അപ്പൊ ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ജോൺ ഡാഷ് ടു ബോംബെ ടുമാറോ. ആൻസർ എന്താ വരിക? ട്രാവൽസ് ആണോ, എസ് ട്രാവലിംഗ് ആണോ, ഹാവ് ട്രാവൽഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ എസ് ട്രാവലിംഗ് ടു ബോംബെ ടുമാറോ. റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഉണ്ടല്ലോ ഈ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് മറ്റന്നാൾ ഞാൻ ബോംബെ പോവും, അങ്ങനെയുള്ള പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ പറയും അല്ല, ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിനകത്ത് ഈ ജോൺ എന്ന് പറയുന്ന അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാളല്ല അല്ലെ, സാധാരണ ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ സാധാരണ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. എന്ത് യൂസ് ചെയ്യണം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ജോണിന് പകരം വല്ല പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. മനസ്സിലായോ? അതായത് ദ പ്രൈം മിനിസ്റ്റർ ട്രാവൽസ് ടു ബോംബെ ടുമാറോ എന്നായിരിക്കും നമ്മൾ പറയാ, അല്ലാതെ പ്രൈം മിനിസ്റ്റർ ഇസ് ട്രാവലിംഗ് അല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് PYQ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഇതൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, നൗ ഐ ഈറ്റ് ഡാഷ് ഫുഡ് ദാൻ ഐ യൂസ് ടു. ആൻസർ എന്താ വരിക? നൗ ഐ ഈറ്റ് ഡാഷ് ഫുഡ് ദാൻ ഐ യൂസ് ടു. ആൻസർ ലെസ് ഫുഡ് ആണ്. ഓക്കെ, ലെസ് ആണ്. അപ്പൊ ഇവിടെ ദാൻ കണ്ടിട്ട് ലെസ്സർ കൊണ്ടുപോയിട്ട് കുത്തി വെച്ചേക്കരുത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു ലെസ്സർ എന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ലെസ് ദാൻ ഇസ് ഈക്വൽ ടു ലെസ്സർ. ഇവിടെ ദാൻ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ലെസ് ആയിരിക്കും വരിക, അല്ലാതെ ഇവിടെ കൊണ്ടുപോയിട്ട് ലെസ്സർ എഴുതി വെച്ചേക്കരുത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കണേ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ഐ ഡോണ്ട് സപ്പോസ് യു ആർ ടെല്ലിംഗ് us ദി ട്രൂ വേർഷൻ ഓഫ് ദി സ്റ്റോറി. ഓക്കെ, ഇതിനകത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആലോചിച്ചിട്ട് പറയാ. ഏതാ? ആർ യു ആണോ, ക്യാൻ യു ആണോ, ആർന്റ് യു ആണോ, ഡോണ്ട് യു ആണോ? ആൻസർ ആർ യു ആണ്. റീസൺ ചോദിക്കുകയാണെങ്കിൽ,
അപ്പോൾ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. ഇതേപോലെ ക്വസ്റ്റ്യൻ ടാഗിനകത്തുള്ള ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഈ ഒരു പോർഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതി വെക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഐ ഡോണ്ട് സപ്പോസ് യു ആർ ടെല്ലിംഗ് അസ് എ ട്രൂ വേർഷൻ ഓഫ് ദി സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ആണല്ലോ. ഇനി ചെയ്യേണ്ടത് സപ്പോസ്, തിങ്ക് അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, സസ്പെക്ട്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ ശേഷം ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ കൊടുക്കില്ല കേട്ടോ. നമുക്കൊരു ഐഡിയ വേണം ഈ സപ്പോസിന് ശേഷം ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ചെയ്യേണ്ടത് ഐയും വിയും ആണെങ്കിൽ, അതായത് ഫസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടുന്ന ഐയും വിയും ആണെങ്കിൽ ഈ ദാറ്റിന് മുമ്പുള്ള അത്രയും പോർഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം, നമ്മൾ നോക്കണ്ട. മനസ്സിലായോ? ദാറ്റിന് മുമ്പുള്ള അത്രയും പോർഷൻ അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞേക്കാം, ഐയും വിയും ആണെങ്കിൽ കേട്ടോ. ഇനി യു വല്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് വെട്ടണം. എങ്ങനെ വെട്ടണം? ദാറ്റിന് ശേഷമുള്ള അത്രയും പോർഷൻ വേണം വെട്ടിക്കളയാൻ. ഇപ്പൊ ഇവിടെ ഐയും വി ആയതുകൊണ്ട് ഞാൻ ദാറ്റിന് മുമ്പുള്ള അത്രയും പോർഷൻ വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, യു ആർ ടെല്ലിംഗ് അസ് ഈ ട്രൂ വേർഷൻ ഓഫ് ദി സ്റ്റോറി. ഇത്രയും ഭാഗം മാത്രം നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ആദ്യം വന്നിട്ടുള്ളത് ആരാ? ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബാണ് അല്ലെ. അപ്പൊ 6 വെച്ചിട്ട് തന്നെ നമ്മളിവിടെ പോസിറ്റീവ് ആക്കിയിട്ട് പറയാം. അപ്പൊ എന്ത് വരും ആൻസർ? ആർ യു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. എന്താണ്? ആർ യു. ഇനി പലർക്കും തെറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതേപോലെ സ്ട്രൈക്ക് ചെയ്യുമായിരിക്കും. സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ നോക്കില്ല. എന്നിട്ട് ഇവിടെ 6 ഉണ്ടല്ലോ, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് അല്ലേ വരണേന്ന് പറഞ്ഞിട്ട് 6 കൊണ്ടുപോയിട്ട് കുത്തും. മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, ഹി റിസംബിൾസ് ഡാഷ് ഹിസ് ഫാദർ. ആൻസർ എന്താ വരിക? ടു ആണോ, വിത്ത് ആണോ, ബൈ ആണോ, നോ പ്രപ്പോസിഷൻ ആണോ? ആൻസർ എന്താ? ആൻസർ ഇവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമില്ല കേട്ടോ, നോ പ്രപ്പോസിഷൻ ആണ്. ഹി റിസംബിൾസ് ഹിസ് ഫാദർ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ റിസംബിൾ എന്ന് പറഞ്ഞുള്ള വാക്കിന് ശേഷം നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറില്ല. അതേപോലെ തന്നെ റിസംബിൾ നമ്മൾ പാസീവിലും യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ പാസീവിൽ യൂസ് ചെയ്യാത്തൊരു വാക്കാണ് റിസംബിൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം, ഹീസ് ഡാഷ് അപ്പോൺ ഹിസ് അങ്കിൾ. ഡിപ്പെൻഡന്റ് ആണോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആണോ? ഇ ആണോ എ ആണോ? ഏതാ വരിക? ഡിപ്പെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ? ആൻസർ ഡിപ്പെൻഡന്റ് ആണ്, അതായത് ഇ ആണ് വരിക കേട്ടോ. അപ്പൊ ഇ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഡിപ്പെൻഡന്റിന്റെ മീനിങ് എന്താ? ആശ്രയിക്കുന്ന. എന്താണ്? ആശ്രയിക്കുന്ന. ഓക്കെ, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എന്താ മീനിങ് വരുന്നത്? ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ആശ്രിതർ. ആശ്രിതർ കേട്ടോ, ആശ്രിതർ എന്നുള്ള മീനിങ്, ആശ്രിതർ. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കാം, രണ്ടും മാറി പോകരുത്. ഡിപ്പെൻഡന്റും ഉണ്ട്. ഇ ആണെങ്കിൽ ആശ്രയിക്കുന്ന, എ ആണ് സ്പെല്ലിംഗിൽ വരണമെങ്കിൽ ആശ്രിതർ. കിട്ടിയോ? ആദ്യത്തെ ചോദ്യം, അജിത് ഇസ് ഡാഷ് ദാൻ സ്ട്രോങ്. വൈസർ ആണോ, മോർ വൈസർ ആണോ, മോർ വൈസ് ആണോ, വൈസസ്റ്റ് ആണോ? ഒന്ന് ആലോചിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേ. അജിത് ഇസ് ഡാഷ് ദാൻ സ്ട്രോങ്. ആൻസർ മോർ വൈസ് ആണ് കേട്ടോ, മോർ വൈസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ. പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അജിത്തിൻ്റെ തന്നെ അവൻ്റെ ശക്തിയും അതുപോലെ തന്നെ അവൻ്റെ ബുദ്ധിയും കുറിച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ കേട്ടോ. 2ാമത്തെ ചോദ്യം നോക്കാം. ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരേ ടൈപ്പ് തന്നെയാണ്, ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. അപ്പോൾ അവളുടെ വണ്ണത്തിനെയും അതുപോലെ തന്നെ അവളുടെ പൊക്കത്തിനെയും കുറിച്ചാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? മോറ് വേണം, പിന്നെ പോസിറ്റീവ് ഡിഗ്രി വേണം. അപ്പോൾ പലരും ഈ മോറ് ഓർത്ത് വയ്ക്കും, എന്നിട്ട് ഈ ഷോർട്ടർ എന്നുള്ള ആൻസർ കൊണ്ടുപോയിട്ട് കുത്തും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, മോറും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം വരാൻ. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 3rd വൺ, ഗീതു ഇസ് ഡാഷ് ദാൻ വിമല. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗീതു ഇസ് ഡാഷ് ദാൻ വിമല. മോർ വൈസ് ആണോ, വൈസർ ആണോ, മോർ വൈസർ ആണോ, വൈസസ്റ്റ് ആണോ? ആൻസർ വൈസർ ആണ്. ഓക്കെ, എന്താ കാര്യം? ഇവിടെ ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ വല്ലതും കമ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ കമ്പയർ ചെയ്തിട്ടുള്ളത്? ഗീതുവിനെയും വിമലേനെയും തമ്മിലാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 വ്യക്തികളെ തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വൈസിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? വൈസർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വൈസർ ആണ്. 4ാമത്തെ ചോദ്യം നോക്കാം. ഓഫ് ദ 2 പെൻസ് ദ റെഡ് വൺ ഇസ് ദ ഡാഷ്. ആൻസർ ബെസ്റ്റ് ആണോ, ബെറ്റർ ആണോ, ഗുഡ് ആണോ? ആൻസർ ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം പലരും ഇവിടെ ബെസ്റ്റ് എന്നുള്ള ആൻസർ കുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദ ഉണ്ടല്ലോ, പിന്നെ സൂപ്പർലേറ്റീവ് അല്ലേ വരണ്ടേ എന്നുള്ള രീതിയിൽ പലരും ബെസ്റ്റ് കുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ 2 പേനകൾ തമ്മിലുള്ള കമ്പാരിസണാണ്
രണ്ട് പേനകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് വരില്ല. എപ്പോഴാണ് സൂപ്പർലേറ്റീവ് വരിക? 3 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കേസുകളാണ് നമ്മൾ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ട് പേനകളുള്ള കേസാണ് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഗുഡ്, അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? ബെറ്റർ. സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് കേട്ടോ. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ദ കാണുമ്പോൾ എപ്പോഴും സൂപ്പർലേറ്റീവ് ആവണം എന്നില്ല. അപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഷീ ഈസ് ഡാഷ് എമംഗ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ആൻസർ എന്താ? സ്മാർട്ടസ്റ്റ് ആണോ, ദ സ്മാർട്ടസ്റ്റ് ആണോ, സ്മാർട്ടർ ആണോ, ദ സ്മാർട്ടർ ആണോ? ആൻസർ ദ സ്മാർട്ടസ്റ്റ്. ഇത് പലരും ശരിയാക്കിയിട്ടുണ്ടാവും. കാരണം മുഴുവൻ ക്ലാസ്സിലും ക്ലാസ്സിലത്തെ എല്ലാ സ്റ്റുഡൻസും വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും 2 കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ആണ് വരിക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. ദ ഓൾഡർ വി ഗ്രോ ഡാഷ് വി ബിക്കം. വൈസർ ആണോ, ദ വൈസർ ആണോ, വൈസസ്റ്റ് ആണോ, ദ വൈസസ്റ്റ് ആണോ? ആൻസർ ദ വൈസർ ആണ്. ദ ഓൾഡർ വി ഗ്രോ, ദ വൈസർ വി ബിക്കം. റീസൺ എന്താ? അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദ പ്ലസ് കമ്പയറേറ്റീവ്, അതുപോലെ തന്നെ ദ പ്ലസ് കമ്പയറേറ്റീവ്. ഈ ഒരു റൂളാണ് കേട്ടോ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദ പ്ലസ് കമ്പയറേറ്റീവ്, അതുപോലെ തന്നെ ദ പ്ലസ് കമ്പയറേറ്റീവ്. അപ്പോൾ ഇവിടെ ദ പ്ലസ് കമ്പയറേറ്റീവ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ദ പ്ലസ് കമ്പയറേറ്റീവ് ഫോം. വൈസിൻ്റെ കമ്പയറേറ്റീവ് ആണ് വൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് അല്ലേ. ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ഇവിടെയും സെയിം റൂൾ തന്നെയാണ്. ദ പ്ലസ് കമ്പയറേറ്റീവ്, ഇവിടെയും ദ പ്ലസ് കമ്പയറേറ്റീവ്. ഗ്രേറ്റിൻ്റെ കമ്പയറേറ്റീവ് ആണ് ഗ്രേറ്റർ. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ദേ ലാഫ്ഡ് അറ്റ് ഹിം, ഹി ബിക്കേം ആംഗ്രി. ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ഡാഷ് ഹി ബിക്കേം. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ഡാഷ് ഹി ബിക്കേം. ദ ആംഗ്രിയർ ആണ് കേട്ടോ. അപ്പോൾ പലരും ഇവിടെ പോയിട്ട് ദ മോർ ആംഗ്രി എന്നുള്ള ആൻസറൊക്കെ ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യമാണ്, ദ പ്ലസ് കമ്പയറേറ്റീവ് ആണെങ്കിൽ അടുത്ത ഭാഗത്തിലും എങ്ങനെയായിരിക്കും? ദ പ്ലസ് കമ്പയറേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പലരും ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ദ മോർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും ദ മോർ എന്നുള്ള രീതിയിലൊക്കെ പലരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ മോർ ഉദ്ദേശിച്ചിട്ടുള്ളത് കമ്പയറേറ്റീവ് ആണെന്ന് കാണിക്കാനാണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ മോർ ഉണ്ടെങ്കിൽ ഇവിടെയും മോർ ചേർക്കണം എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഇവിടെ നോക്കി, ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം. ഇവിടെ എന്താ വരിക? ദ, പിന്നെ കമ്പയറേറ്റീവ് ഡിഗ്രി വേണം വരാൻ അല്ലേ. ആംഗ്രിയുടെ കമ്പയറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആംഗ്രിയർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ദ ആംഗ്രിയർ എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് വരാൻ കാര്യം. 9ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് എ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ്. ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടർ. ഷീ ഈസ് ദി സ്മാർട്ടർ ഓഫ് ദ 3. ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദ 3. എന്താണ് ആൻസർ വരിക? ആൻസർ ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3 ആണ് കേട്ടോ. ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ നമുക്കറിയാം 3 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണ് അല്ലേ, 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഫോമായിട്ടുള്ള സ്മാർട്ടർ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അത് വരുന്ന 2 ഓപ്ഷൻസ്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ, അല്ലാണ്ട് ഫ്രം അല്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദ 3. 3 പേരിൽ വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 പേരുടെ കമ്പാരിസൺ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം ആണ് കേട്ടോ. ഇവിടെ 3 പേരായതുകൊണ്ടാണ് ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഫോം വന്നത്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇതേപോലെ തന്നെ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഫ്രം ദ 2 ഷീ ഈസ് ദി ക്യൂട്ടർ. ഫ്രം ദ 2 ഷീ ഈസ് ദി ക്യൂട്ടസ്റ്റ്. ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2. ഷീ ഈസ് ദി ക്യൂട്ട് ഓഫ് ദ 2. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2 ആണ് കേട്ടോ. 2 പേര് തമ്മിലുള്ള കമ്പാരിസണാണ് അല്ലേ, 2 പേര് ഓഫ് ദ 2 ആണ്. അപ്പോൾ 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ എന്താ വരണ്ടേ? ദ വരണം, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി വരണം അല്ലേ, കമ്പാരിറ്റീവ് ഡിഗ്രി വരണം. അപ്പോൾ ക്യൂട്ടിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ക്യൂട്ടർ ആണ്. 3rd ഫോം ക്യൂട്ടസ്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്യൂട്ടസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം നമ്മൾ യൂസ് ചെയ്യാൻ.
ഇനി രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുക. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഓഫ് ദ ടു എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ കേട്ടോ, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി മൂന്നോ അതിൽ കൂടുതലോ വരുന്ന കേസുകളാണ് ദ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഷീ ഈസ് ദി ബെസ്റ്റ്. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഷീ ഈസ് ദ ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പലർക്കും പലപ്പോഴും ആയിട്ട് മാറിപ്പോവാറുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കമൻറ്റ് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.